സംഘർഷ സാഹചര്യം എത്ര വലുതായാലും എത്ര കാലം നീണ്ടുനിന്നാലും പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള ഒന്നിലധികം സംവിധാനങ്ങൾ രാജ്യത്തുണ്ട്. യുടെ പ്രതിരോധ മന്ത്രാലയം ഇത് നമ്മളോട് പറഞ്ഞിരുന്നതാണ്. കഴിഞ്ഞ 41 ദിനങ്ങളിൽ ആ പ്രതിരോധം നമ്മൾ കണ്ടു, അനുഭവിച്ചു. എന്നാൽ വെടിനിർത്തലിന്റെ 2ാം ദിനമായിട്ടുള്ള ഇന്ന് ഏപ്രിൽ 9-ന് യുടെ ആകാശത്ത് ഡ്രോണുകളില്ല, മിസൈലുകളില്ല, ഭീഷണികളില്ല. സീസ് ഫയറിന്റെ പ്രതിഫലനം യിൽ കണ്ടു എന്ന വാർത്ത നമ്മൾ ഇതിനോടകം തന്നെ അറിഞ്ഞതാണ്. യുടെ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചതുമാണ്. ഈ കഴിഞ്ഞ ദിനങ്ങളിൽ യുടെ പ്രതിരോധ സംവിധാനത്തിന്റെ കരുത്തിൽ 2256 ഡ്രോണുകൾ, 537 ബാലിസ്റ്റിക് മിസൈലുകൾ, 26 ക്രൂയിസ് മിസൈലുകൾ എന്നിവ നിർവീര്യമായി നിഷ്പ്രഭമായി മാറി. ഈ സംഭവത്തിൽ 13 ആളുകൾക്ക് ജീവൻ നഷ്ടമായി, 224 പേർക്ക് പരിക്കേറ്റു എന്നുമാണ് യുടെ ഔദ്യോഗിക സ്ഥിരീകരണം. ഈ സമയത്ത് തന്നെ നമ്മൾ ആഗ്രഹിച്ച പ്രശ്നങ്ങളില്ലാത്ത, സംഘർഷങ്ങളില്ലാത്ത ഒരു ദിനത്തിലൂടെ കടന്നു പോകാൻ എല്ലാവരും ആഗ്രഹിച്ചിരുന്നതാണ്, അതിനായി പ്രാർത്ഥിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം കൈവിടാതെ ധൈര്യം സംഭരിച്ചു തന്നെയാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോയിരുന്നത്. അതിനായിട്ട് ഈ രാജ്യത്തെ ഭരണാധികാരികൾ നിലപാടിലുറച്ച് നമുക്ക് നൽകിയിട്ടുള്ള സംരക്ഷണം, അതോടൊപ്പം തന്നെ ഇവിടുത്തെ സായുധ സേന നമുക്ക് നൽകിയിട്ടുള്ള സംരക്ഷണം, കരുതൽ എല്ലാം ഈ ഒരു അവസരത്തിൽ എടുത്തു പറയുകയാണ്. അതിൻ്റെ ആ നന്ദിയും കടപ്പാടുമൊക്കെ ഈ എമറാത്തിനോടും സായുധ സേനയോടുമൊക്കെ ഈ ഒരു അവസരത്തിൽ നമ്മളും പ്രകടിപ്പിക്കുകയാണ്, അത് എടുത്തു പറയുകയാണ്. അത് എന്നും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ നമ്മൾ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇറാനുമായിട്ടുള്ള വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേൽ ലെബനനിലേക്ക് ആക്രമണം കനപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ യുദ്ധകാലത്ത് നടന്ന ഏറ്റവും വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ലെബനനിൽ റിപ്പോർട്ട് ചെയ്തത്. 250-ലധികം ആളുകൾ മരണപ്പെടുകയും 1000-ലധികം ആളുകൾക്ക് പരിക്ക് പറ്റിയതുമായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഹിസ്ബുള്ള നേതാവ് നെയ്ം കാസിമിന്റെ അനന്തരവനെ അടക്കം കൊലപ്പെടുത്തി എന്ന രീതിയിലാണ് ഇസ്രായേൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ബെയ്റൂത്തിന്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഇത് ബാധിച്ചതോടുകൂടി തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഇക്കാര്യത്തിൽ വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുകയാണ്. ഈ ഒരു കാര്യം അമേരിക്ക ഇറാൻ യുദ്ധവിരാമത്തെ അപകടത്തിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇക്കാര്യത്തിൽ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യം ഈ ഒരു കരാറിലില്ല, അതുകൊണ്ട് തന്നെ ലെബനനെ ആക്രമിക്കുന്നത് തുടരുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഈ ലെബനനെ ആക്രമിക്കുന്ന പക്ഷം പശ്ചിമേഷ്യയിലെ ഈ യുദ്ധഭീഷണി ഉയരാം, അത് തുടരാനുള്ള സാഹചര്യമുണ്ട്, സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രത്യാക്രമണം ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വെടിനിർത്തൽ കരാർ പൂർണ്ണമാകുന്നത് വരെ അമേരിക്കൻ സൈന്യം പ്രദേശത്ത് തുടരും എന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഉപരാഷ്ട്രപതി JD വാൻസ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ചർച്ചകൾ, ഇതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകളൊക്കെ ശരിയായ ദിശയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലാണ്. നാളെ ഏപ്രിൽ 10-ന് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് നടക്കുന്നത് അതിനിർണായകമായിട്ടുള്ള ചർച്ചയാണ്. ലോകത്തിൻ്റെ കണ്ണും കാതുമൊക്കെ ആ ഒരു വേദിയിലേക്കാണ്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി പറഞ്ഞിരിക്കുന്നത് അതിനായിട്ടുള്ള ചർച്ചകൾക്കായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അമേരിക്കയുടെ ഉപരാഷ്ട്രപതി JD വാൻസ് അടക്കം പങ്കെടുക്കുന്ന എല്ലാ രാജ്യത്തിൻ്റെ പ്രതിനിധികളും പങ്കെടുക്കുന്ന ഒരു ചർച്ചയാണ്. അതിൽ കൂടുതൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ നിർണായകമായിട്ടുള്ളൊരു ദിനമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ് ആണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. അവസാന റിപ്പോർട്ടുകൾ അനുസരിച്ച് 78.22% പോളിംഗ് രേഖപ്പെടുത്തിയതായിട്ടാണ് റിപ്പോർട്ട്. 80% പോളിംഗ് രേഖപ്പെടുത്തി. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 76% പോളിംഗ്. ഇത്തവണ അത് ഉയർന്നിട്ടുണ്ട്. അത് സൂചിപ്പിക്കുന്നത് അത് ഏത് മുന്നണിയെ തുടക്കും, കേരളത്തിൽ ഒരു UDF സർക്കാർ ഉണ്ടാകുമോ അതോ LDF സർക്കാർ അധികാരം നിലനിർത്തുമോ എന്നുള്ള കാര്യം ഇന്നേക്ക് 25-ാം നാൾ മെയ് 4-ന് റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് കോഴിക്കോടും പാലക്കാട് ജില്ലകളിലുമാണ്. 80%-ലധികം പോളിംഗ് ആണ് ഈ ജില്ലകളിൽ രേഖപ്പെടുത്തിയത്. ഏറ്റവും കുറവ് പത്തനംതിട്ട ജില്ലയിലായിരുന്നു. സംഘർഷ സാഹചര്യമായിരുന്നെങ്കിലും, വിമാന ടിക്കറ്റ് നിരക്കൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഒരുപാട് പ്രവാസി മലയാളികൾ നാട്ടിലെത്തി അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു. ആ ഒരു വലിയ ജനാധിപത്യ പ്രക്രിയയുടെയൊക്കെ ഭാഗമായിട്ടുണ്ട്. ഏതായാലും ഇനി കേരളത്തിന്റെയും മലയാളികളുടെയും കണ്ണും കാതുമൊക്കെ മെയ് 4 എന്ന ദിവസത്തിലേക്കാണ്. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്, കല്യാൺ ജുവല്ലേഴ്സ്, Lulu, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Sud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, I'm Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature, Abu Shagara, Sharjah.